കൊള്ള വന്നിപ്പോ കുടുംബക്കാരത്തെ എന്നെ കുറിച്ച് കുറ്റം പറയാനും തുടങ്ങിയില്ലേ? സൂപ്പർ. എങ്ങനെ പറയാതിരിക്കും? പപ്പയാണെങ്കിൽ ഇന്നും കുറെ സാധനം കൊണ്ടാ വന്നത്. ഞാനപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പപ്പ എന്താ കാര്യം ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇന്ന് നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്താന്ന് ഈ പപ്പ ഈ സാധനം വെച്ച് കറങ്ങി നടക്കണതിനാ? ആ കിട്ടിക്കഴിഞ്ഞ് നിന്നെ വലിച്ചോണ്ട് പോവാലോ, അതിനല്ലേ ഈ കിടന്ന് കറങ്ങണത്? എന്നെ ആരും വലിച്ചോണ്ട് പോകുന്നു വേണ്ട. എനിക്ക് പോണെങ്കിൽ തന്നെ മാറിയ. എനിക്ക് പോണെങ്കിലേ തന്റെ ഓൻ അറിയാന്ന്. എന്താന്ന് ഇപ്പൊ നീ എന്താ പറയണ? നിനക്കെന്നെ വല്ല ബോധമുണ്ടാ? വിഷ്ണു എന്താ പറയുന്നത്? വിഷ്ണുവിന് വല്ല ബോധമുണ്ടോ? എടി ഞാൻ റിലാക്സ് മൂഡിലല്ല, എന്നെ ഒന്ന് വെറുതെ വിട്ടേ. അപ്പൊ ഞാനോ? എല്ലാരെയും വിട്ടിട്ടല്ലേ ഞാൻ വിഷ്ണുവിനോട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ആരവിടെ വിട്ടു പിരിഞ്ഞെന്ന്? പപ്പ കൂടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, പിന്നെ വിഷമിക്കണ്ട. ആ കൂടെ നടക്കുന്ന പപ്പയല്ലേ നിങ്ങളെല്ലാം കൂടെ ഓടിച്ചു വിടുന്നത് എപ്പോഴും. അത് വായിൽ നാക്ക് ശരിയല്ലാത്തോണ്ടാ. നാക്ക് ഇവിടെ ഉള്ളവരുടെ അത്ര മോശമൊന്നും അല്ല. അതെ, നീലമ്മ പപ്പ കൊറേ എന്തൊക്കെയോ പറഞ്ഞല്ലോ, അതെനിക്ക് കുറച്ച് വിഷമായി. വിഷമോയാ? നിന്റെ അച്ഛൻ ഭ്രാന്തനെ പോലെ അവിടെ കിടന്ന് അലറുണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ലോക്കലാണെന്നാ? അമ്മ എന്ത് ഗുണ്ടയാണെന്നാ? എടി എന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടല്ല, അവന്റെ അണ്ണാക്കോക്ക് 2 ഇടി കൊടുക്കും ഞാൻ. അവനോ? നീ എന്റെ പപ്പയാണോ അവൻ വിളിച്ചത്? എന്റെ പപ്പയാ? എടി കോമൺ ആയിട്ട് പറഞ്ഞാണ്. അവര് ആരാണ്, ആര് കൈവച്ചാലും അവനെ ഇടിക്കുന്നു പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ പപ്പയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിലവിൽ നീലോമ്മയുടെ കാര്യം വെച്ച് പറഞ്ഞത് എന്റെ പപ്പയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ പപ്പ കോമൺ ആവുന്നത്? അയ്യോ, പപ്പയെ പോലെ തന്നെ അക്ഷര വിവരവും ഇല്ല, ബുദ്ധിയും ഇല്ല. പറഞ്ഞ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയാണ് നിനക്ക്. അത് ഞാൻ പപ്പനെ അല്ല ഞാൻ പറഞ്ഞില്ലേ? എവിടെങ്കിലും മനസ്സിലായല്ലോ എന്ത് സാമാന്യ ബോധം ഇല്ല. അത് ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാമാന്യ ബോധം ഉണ്ടായില്ല. അത് കറക്റ്റാ. അതേ ഞാൻ ഇവിടെ നിന്ന് ശരിയല്ല, ഞാൻ പോവാ. അതെ, എവിടെ പോവാ? എവിടെ പോവാ? കൈ വിടറി. വിഷ്ണു പറയാ മനസ്സിലുള്ള മൊത്തം പറഞ്ഞിട്ട് പോയാ മതി. എന്തോന്ന് പറയാ? കൈ വിടറി. നീ ഇന്നലെ എന്നെ തള്ളി. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ. എന്താ എന്ത് ഒന്നുമില്ല. സ്നേഹം കൂടിയപ്പോ തല്ലുപിടിച്ചായിരിക്കും അല്ലേ? അമ്മ ഞാൻ പറഞ്ഞാലും ഒന്നുമില്ല, അമ്മ പോ. എന്താണെങ്കിലും വിഷ്ണു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. തമാശക്കാണെങ്കിൽ പോലും ഈ കൊച്ചിന്റെ ദേഹത്തൊരു പോറൽ പറ്റിയ നിന്റെ കൈ ഞാൻ വെട്ടും. ചേട്ടാ, ചേച്ചി അടിച്ച പ്രശ്നമാവുക. നീ പാടി എടുത്തു ചേച്ചി നല്ലോട് ചേച്ചി. കേട്ടല്ല, സമാനമായല്ലോ നിനക്ക്. നിനക്ക് സമാനമായല്ലോ. ഇത് വേഗം പറ പപ്പ. ഞാൻ ആരും കാണാതെ വീണ്ടും പറയുന്ന വിളിക്കുന്നത്. എന്റെ പൊന്നു പപ്പ, വിഷ്ണു അങ്ങനെ കേട്ട പ്രശ്നം ഒന്ന് വേഗം പറ. പപ്പ ഇനി വരണ്ട. പപ്പ ഇന്ന് വന്നു പോയതിനു ശേഷം ഞാൻ അവനോട് മൊത്തം വഴക്കായിരുന്നു. അത് സ്വാഭാവികമല്ലേ പപ്പ? ഹലോ പപ്പ. ഇവിടെ ആരുമില്ലേ മോളെ? മോളെ എത്തിയാ? മോളെ മോളെ എത്തിയാ? ഇനി എന്താ വേണ്ടേ? സമാധാനം. ആർക്ക്? എന്റെ മോക്ക്. അത് നിങ്ങൾ കൊടുക്കണില്ലല്ലോ. ഞാനാ? നിങ്ങളാണ് കൊടുക്കാത്തത്. എല്ലാം മോക്ക് മേടിച്ചു കൊടുക്കുന്ന ആളല്ലേ, കുറച്ച് സമാധാനം കടയിൽ നിന്ന് മേടിച്ചു കൊടു. കടയിൽ കിട്ടുന്ന സാധനമാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേനെ. എന്റെ പൊന്ന് അങ്കിൾ, എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. അങ്കിളല്ലേ പറഞ്ഞു അങ്ങളിന് എന്തൊക്കെയോ ബിസിനസ് ഉണ്ടെന്ന്, ടെക്സ്റ്റൈൽ ഷോപ്പോ മാർബിൾ ഷോപ്പൊക്കെ. അവിടുത്തെ കാര്യമൊന്നും നോക്കാനില്ലേ? എവിടെ നിന്നാണ് ഇങ്ങനെ തേരാപ്പാര നടക്കാൻ ഇതിന് മാത്രം സമയം? എന്റെ പൊന്നു കൊച്ച, ഞാൻ അവിടുത്തെ മുതലാളിയാ, തൊഴിലാളിയല്ല. ഈ പോക്കോയ മിക്കവാറും കമ്പനി അടച്ചു പൂട്ടി തൊഴിലാളിയാവും. എന്റെ മോക്ക് വേണ്ടി ഞാൻ തൊഴിലാളിയാവാനും തയ്യാറാണ്. ഞാൻ പോന്നു, എനിക്ക് വൈതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ. പോയല്ലേ ചേച്ചി, നമുക്ക് അങ്കളുടെ കുറച്ച് തമാശ കേട്ടിട്ട് പോവാ. എന്റെ മോളെ എല്ലാവരും കൂടി ഗാർഹിക പീഡനം നടത്തിയിട്ട് തമാശ കേൾക്കാന്നാ? പപ്പയോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോകും കേട്ടോ. മോൾക്ക് ദൂരെ പോവാനാണെങ്കിൽ നമ്മുടെ കസിൻ ഉണ്ടല്ലോ UK-ലേക്ക്, അവിടെ കൊണ്ടേക്കാൻ ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 വിസയും കൂടെ അയച്ചാ. എന്തിന് 2 വിസ? എനിക്ക് വിഷ്ണുവിനും. ബെസ്റ്റ്. എന്നിട്ട് വേണം ഇവൻ മോളെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ. എന്റെ പൊന്നങ്ങളെ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഞങ്ങൾ സ്വസ്ഥയോടെ ജീവിക്കാൻ വിടൂ. നിന്നെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കാടാ. ഇനി മേലെ എന്റെ മോളെ തൊട്ടാ കാല വരെ നിലത്തടിക്കും ഞാൻ. ചുമ്മാ സമയങ്ങളാതെ നടക്കണ കാര്യം വല്ലതും പറ. എന്റെ മോളെ, ഇനി ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ മറ്റേ ചെയ്ത അപ്പനെ വിളിച്ച് പറയണം. ഓക്കെ? ഞാൻ പോകുന്ന വഴിക്കേ കമ്മീഷണർ അങ്കിളുടെ വീട്ടിലൊന്ന് കയറുന്നുണ്ട്. എന്നാ പെട്ടെന്ന് പറ. ചെല്ലുന്നേ വട്ടം ചേർക്ക. എൻ്റെ മോള് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. ബുദ്ധിമുട്ടാ. ഞാൻ തീരുമാനിക്കുന്ന പോലെ ഞാനും, അവള് തീരുമാനിക്കുന്ന പോലെ അവളും ജീവിക്കും. മനസ്സിലായില്ല? ഞാൻ അപ്പം തിറക്കെ മനസ്സിലാക്കിയാൽ മതി.
ഓഹോ, അപ്പൊ നീ ഒതുങ്ങാൻ തയ്യാറല്ല അല്ലേ? അല്ല. എന്നാ നീ കേട്ടോ, എൻ്റെ മോളെ ഉപദ്രവിച്ചതിന് നീയും നിന്റെ അമ്മയും കൂടപ്പറപ്പുകളും അഴിയണം. ഗാർഹിക പീഡന, ഓർത്തോ. പപ്പ നല്ല കാര്യത്തിന് പിന്നീന്ന് വിളിക്കല്ലേ മോളെ. മിസ്സസ് ബാലചന്ദ്രൻ, അടിയെണ്ണാനും ജയിലിൽ പോകാനും തയ്യാറായിക്കോളൂ. ബൈ. ടാറ്റ. ആ, ടാറ്റ.